ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്ട്രീറ്റ് ഫുഡായ വടാപ്പാവിൻ്റെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും ടേസ്റ്റും ആയിട്ടുള്ള ഈ വടാപ്പാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി വടാപ്പാവിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണേ. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളവും ഉപ്പും ഇട്ടിട്ട് സാധാരണ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നില്ലേ, അതേ കണക്കിന് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരുമ്പോഴേക്ക് വേറൊരു പാനിലോട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി കൊപ്പര എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നില്ല. സാധാരണ നമ്മൾ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ കൊപ്പര ഇതുപോലെ ആയി കിട്ടും. അന്നേരം ഇതുപോലെ ചെയ്തെടുക്കണ്ട കേട്ടോ. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് തണിയാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി വേറൊരു പാനിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. കൂടുതലങ്ങ് വഴണ്ട് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ചെറിയ ജീരകയില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടൊന്ന് പൊട്ടി വരട്ടെ. അതിലോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി റോ ടേസ്റ്റ് മാറിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ റോ ടേസ്റ്റ് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങില്ലേ വേവിച്ചിട്ട് അത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടല്ലേ ഉരുളക്കിഴങ്ങ് വേവിച്ചത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ചെറിയ വെളുത്തുള്ളി ഒരു 1-2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് നിലക്കടലയില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് ഇടുന്നത്. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത ഇടുന്നതെങ്കിൽ കുറച്ച് അധികം സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. എനിക്കിതിപ്പോൾ അത്ര സമയം വേണ്ട വന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടീന്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകയില്ലേ ചെറിയ ജീരക അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച തേങ്ങയില്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വല്ലാണ്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നില്ല, ഒന്ന് ജസ്റ്റ് തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തല്ലേ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഒരു മല്ലിയില ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ മല്ലിയില എടുത്തിട്ടുണ്ട്, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും 2 പീസ് വെളുത്തുള്ളി കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കണേ. ഇനി ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വല്ലാണ്ട് ലൂസ് കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ മല്ലിയില ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാൻ, വെള്ളം പോലെ ആവരുത്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ആ തേങ്ങയുടെയും കടലയുടെയും മിക്സില്ലേ അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ കിട്ടിയ കടല കുറച്ച് വലിപ്പമുള്ളത് കൊണ്ടായിരിക്കണം കുറച്ചൊരു നനവുണ്ടായിരുന്നു. അതിലുള്ള എണ്ണയുടെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടോ എന്തോന്നറിയില്ല, കുറച്ചൊരു നനവുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. പക്ഷേ സാധാരണ വടാപ്പാവിന് ആ പൗഡർ കണക്കല്ലേ ഇരിക്കാൻ, ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു വാട്ടർ കണ്ടൻറ്റ് പോലെ തോന്നി. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി ഇതൊന്ന് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പോളം കടലക്കപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വല്ലാണ്ടെങ്കിൽ ലൂസും ആവരുത്, അധികം അങ്ങ് തിക്കും ആവാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതേ കണക്കിനുള്ള ആ ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം.
കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നോക്കി വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാൻ നോക്കാം. വല്ലാണ്ടെങ്കിൽ ലൂസായാൽ നമുക്ക് എണ്ണയിലേക്ക് അത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുങ്ങിപ്പൊരിയാണ് ആ കണക്ക്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാൻ നോക്കാം. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സില്ലേ അത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ നോക്കാം. ഇപ്പോൾ എൻ്റെ ബന്ന് ചെറിയ ഒരു ബന്നായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള ബന്ന എടുക്കുന്നതെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഉരുളകളാക്കി എടുത്തോളൂ കേട്ടോ. ഇതുപോലെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി എല്ലാം ഞാൻ ഇതേ കണക്കന്നെ ഉരുളകളാക്കി എടുക്കട്ടെ. ഇപ്പോൾ മുഴുവൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് കട്ട്ലറ്റിൻ്റെ ആ ഒരു രൂപത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണേ. എന്നാൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നെ ഇനി നിങ്ങൾക്ക് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉരുളകളാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് പരത്തി കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെ കടലമാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൽ ഒന്നുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ. ഇനി ഇത് രണ്ടും ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു കണക്കിന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടെ. ഇനി ബാക്കിയുള്ളതെല്ലാം ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബന്നിലോട്ട് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയ ബന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. തമ്മിൽ ഒട്ടിയിട്ടുള്ളതെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പതുക്കെ കട്ട് ചെയ്യാൻ നോക്കാം. ചെറിയ ബന്നല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തെടുക്കാൻ. ഇനി ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മല്ലിയില ചട്നി ഇല്ലേ അത് ആദ്യം വെച്ച് കൊടുക്കാം. അതിൻ്റെ മറുവശത്തുള്ള ആ ഭാഗത്തും കുറച്ചാക്കി കൊടുക്കണേ. മല്ലിയില ചട്നി വെച്ചതിന് ശേഷം ഈ കോക്കനട്ട് ചട്നി കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഈ ബജ്ജി തന്നെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും കോക്കനട്ട് ചട്നി വെച്ച് കൊടുക്കാം. അതിൻ്റെ മറുവശത്തും കുറച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. ഇനി ബന്നിൻ്റെ മറുവശത്ത് നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള വടാപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതേ കണക്കന്നെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ പച്ചമുളകില്ലേ അത് ഈ സമയത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്ര ഇഷ്ടാവില്ലെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കണം എന്നില്ല. അതിനോട് ചേർത്ത് കഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് സ്ട്രീറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വടാപ്പാവ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.